മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആലയുടെ അന്ത്യപ്രവാചകനാണ്. ആദ്യ നബി അലൈഹി ഇസ്ലാമിൽ തുടങ്ങി മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് നബി പരമ്പര അവസാനിക്കുന്നത്. ഓരോ കാലത്തും ജനങ്ങൾക്ക് നേർവഴി കാണിക്കാനും ഇസ്ലാമിക ജീവിത രീതി പഠിപ്പിക്കാനുമാണ് ഓരോ പ്രവാചകരും നിയോഗിതരായത്. 6-ാം നൂറ്റാണ്ടിലാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഗാതനായത്. അന്ന് ലോകം മുഴുവൻ അന്ധകാരത്തിലായിരുന്നു. അജ്ഞതയും അനാചാരങ്ങളും അക്രമവും ലോകം മുഴുവൻ നടമാടിയിരുന്നു. ചരിത്രകാരന്മാർ ഇരുണ്ട കാലമെന്നാണ് അക്കാലത്തെ പരിചയപ്പെടുത്തിയത്. ഈ കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിച്ചത്. അവിടുന്ന് സൽഗുണ സമ്പന്നനും എല്ലാവർക്കും പ്രിയങ്കരനുമായിരുന്നു. 40 വയസ്സ് പൂർത്തിയായപ്പോൾ നബുവത്ത് ലഭിച്ചു. ആദ്യം അവിടുത്തെ കുടുംബത്തിൽ ഇസ്ലാം പ്രചരിപ്പിച്ചു. പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹൃത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അവിടുത്തെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന പുത്രൻ അലി റളിയല്ലാഹു അൻഹുവും വളർത്തുമകൻ സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുയും ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് രഹസ്യമായി പ്രബോധനം തുടർന്നു. അതിനുശേഷം പരസ്യ പ്രബോധനം ആരംഭിച്ചു. എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ടിരുന്നു. 53-ാം വയസ്സിൽ മദീനയിലേക്ക് ഹിജ്റ പോയി. ഇതോടെ ഇസ്ലാമിക ചരിത്രത്തിൽ പുതിയ അധ്യായം ആരംഭിച്ചു. മദീനയിൽ ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അവിടെ മസ്ജിദുകൾ നിർമ്മിച്ചു. മസ്ജിദുൻ നബവി കേന്ദ്രമായി പ്രബോധനവും തർബിയത്തും നിർവഹിച്ചു. ഇവിടെയുണ്ടായിരുന്ന മുസ്ലിങ്ങളും അല്ലാത്തവരുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വം അംഗീകരിച്ചു. എല്ലാ വിഭാഗം ആളുകളുടെ സ്വൈര്യ ജീവിതവും ക്ഷേമവും മുൻനിർത്തി മദീനയിൽ കരാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നിയമസമിതി ഉണ്ടാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. ഇതോടെ മദീനയിൽ ഇസ്ലാമിക രാജ്യം പിറന്നു. അനിവാര്യ ഘട്ടങ്ങളിൽ ചില യുദ്ധങ്ങൾ ഉണ്ടായി. മുസ്ലിങ്ങളുടെ അംഗസംഖ്യ ദിനം തോറും കൂടി വന്നു. ഹിജ്റയുടെ 8-ാം വർഷം വിശുദ്ധ മക്ക ഇസ്ലാമിക രാജ്യത്തിന്റെ ഭാഗമായി. അതോടെ അറേബ്യൻ ഉപദ്വീപിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ കൂട്ടം കൂട്ടമായി വന്നു ഇസ്ലാം ആശ്ലേഷിച്ചു. ഈ കഥയുടെ ബാക്കി ഭാഗം ഇനി മറ്റൊരു വീഡിയോയുമായി ഇടും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.